ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഫ്ലക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. കളി കാണരുതെന്നോ കളിക്കരുതെന്നോ അല്ല പറഞ്ഞത്, അമിതമായി പണം ചെലവാക്കുന്നതിനെ ആണ് പരാമർശിച്ചതെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ 24-നോട്. കളി കാണുന്നതിനെതിരല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിനെതിരല്ല. കളി പരിശീലിപ്പിക്കാം. സ്വാഭാവികമായും കുട്ടികൾക്ക് ഇത്തരം സ്പോർട്സുകൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അത്തരം സ്പോർട്സിൽ ഉയർന്നു പോയാൽ വലിയ കമ്പനികളിൽ ജോലി കിട്ടും, അതുപോലെ വലിയ ടീമുകളിൽ ജോലി കിട്ടും, നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. അതിന് അവർ കളിച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഇവർ കളിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല, രണ്ടുമില്ല. ഇവർ ഒരു ഫ്ലക്സ് വെച്ച് ആസ്വദിക്കുക മാത്രമാണ്. രാത്രി ഏറെക്കാലം ഇവർ ഇങ്ങനെ ഫ്ലക്സ് വെച്ചും അതുപോലെ തന്നെ വലിയ സ്ക്രീൻ വെച്ചും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അങ്ങനെ ഇവരുടെ ജീവിതം നശിച്ചു പോകുന്നു. കളി കാണരുത് എന്നോ കളി പാടെ അവസാനിപ്പിക്കണമെന്നോ എന്നല്ല പറയുന്നത്, മറിച്ച് സമ്പാദ്യശീലവും അതുപോലെ പഠന താല്പര്യതയും നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം. അനാവശ്യമായി പണം ചെലവഴിക്കരുത് എന്നേ ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചു. മലപ്പുറത്ത് നിന്ന് നിഖിൽ പരമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ നിഖിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഒരു പ്രസ്താവന, ഫുട്ബോളിനെ കുറിച്ചുള്ള പ്രസ്താവന അല്പം വിവാദമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജൻസി കുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ ഈ പ്രസംഗം പങ്കുവച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ തന്റെ ഭാഗം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കളിക്കരുതെന്നോ അല്ലെങ്കിൽ കളി കാണരുതെന്നോ അല്ല താൻ പറയുന്നത്. താൻ ഉദ്ദേശിച്ചത് ഈ ഫ്ലക്സ് വെക്കാനും മറ്റും വേണ്ടി ഒരുപാടധികം തുക ആളുകൾ ചിലവഴിക്കുന്നുണ്ട്. അതൊരു തെറ്റായ സന്ദേശം നൽകുകയാണ്. പള്ളിയിലേക്കോ അല്ലെങ്കിൽ മദ്രസയിലേക്കോ ഒന്നും ഒരു 10 രൂപ പോലും സംഭാവന നൽകാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഫ്ലക്സും മറ്റും വെക്കാൻ, കട്ടൗട്ടുകളും ഒക്കെ വെക്കാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നത്. ഇത് പലതരത്തിലുള്ള, അതായത് ഇന്ത്യ പോലും ഇതിൽ കളിക്കുന്നില്ല, ലോകകപ്പിൽ ഇന്ത്യ ഭാഗമല്ല. എന്നിരിക്കെ പോലും മറ്റു പല രാജ്യങ്ങളുടെയും ഫ്ലക്സുകൾ വെക്കാനാണ് നമ്മൾ ആവേശം കാണിക്കുന്നത്. അതായത് എന്തിനാണ്, ഇന്ത്യ കളിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മലപ്പുറത്താണ് ഈ ഫ്ലക്സ് ഭ്രാന്ത് ഏറ്റവും കൂടുതൽ എന്നുകൂടി അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് മറ്റു ജില്ലകൾ, ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ജില്ലകളിലൊന്നും ആളുകൾ കൂടുതൽ ഈ കളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലക്സ് വെച്ച് പണം കളയുന്നില്ല. മലപ്പുറത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഫ്ലക്സ് വെച്ച് അതിന് പണം ചിലവഴിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.